Hey, hello guys, welcome back to the new video. ഞാൻ മൗസ് ഒരുപാട് മൂവ് ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി പോവായിരുന്നു. ഓക്കെ, ഞാൻ ഇതായിട്ടും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളെല്ലാം. ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ എൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ആയിരുന്നു എൻ്റെ ഒരു ഇതെന്ന് വെച്ച് ഒരു വ്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ കുറച്ച് നേരമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനെ പിന്നെ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു പാറ്റേൺ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പാറ്റേൺസിലൊന്നും വലിയ കാര്യമില്ല, എന്നാലും നമുക്കൊരു പാറ്റേൺ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചേഞ്ച് ഇൻ ഒ ഐ അതേപോലെ തന്നെ PCR ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും എന്നെ ഡേറ്റ ഒരു ബിയറിഷാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ഇവിടെ കാണുമ്പോൾ വിചാരിക്കും ബിയറിഷ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ബുള്ളിഷ് എന്തിനാണ് ട്രേഡ് എടുത്തേക്കുന്നത് എന്നുള്ളത് അല്ലേ. നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ്. നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ സ്ട്രാറ്റജി ട്രിഗറായി കഴിഞ്ഞാൽ ആന ചത്താലും മുയലെത്താനും നമ്മൾ ട്രേഡ് എടുത്തിരിക്കും. അതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രാറ്റജി ട്രിഗറായി നമ്മളിവിടെ ട്രേഡ് എക്സിക്യൂട്ടും ചെയ്തു. ഓക്കെ, നമ്മുടെ ട്രേഡ് ഓൾറെഡി എക്സിക്യൂട്ടഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, 9 EMയുടെ മണ്ടക്കോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ടായി. ഏകദേശം 131.50 നമ്മൾ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ചാൻസ് ഉണ്ട് നമ്മുടെ ട്രേഡ് കയറി പോകാനായിട്ടുള്ള. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു വലിയൊരു ക്യാൻഡിലാണ് ഫോം ആകുന്നത്, ഒരു ഓപ്പറേറ്റർ ക്യാൻഡിലാണ്. അത് മാത്രമല്ല 24400 എന്ന് പറഞ്ഞ ലെവലിൽ മണ്ടയ്ക്ക് ഒരുപാട് സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആണ്. കാരണം അവിടുന്ന് ഒരു ബിയറിഷ് ട്രെൻഡിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് അവിടുന്ന് അങ്ങോട്ട് മണ്ടക്കോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും കറക്റ്റ് ആകണമെന്നൊന്നുമില്ല. ഇന്നലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമായിരുന്നു, പക്ഷേ ഇന്നലെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി ശരിയാത്തതുകൊണ്ടാണ് ഇന്നലെ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റജി ട്രിഗറായി ഞാനിവിടെ ട്രേഡ് എടുത്തു. അതാണ് സിമ്പിൾ റീസൺ ആണ്. എൻ്റെ സ്ട്രാറ്റജി ട്രിഗറായി ഞാൻ ട്രേഡ് എടുത്തു. ഇന്ന സ്ഥലത്തോട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ കാര്യം തന്നെ പറഞ്ഞു, ഇന്ന സ്ഥലത്തോട്ടൊന്നുമില്ല. നമ്മുടെ ഒരു ഓവറോൾ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് പക്ഷേ ബിയറിഷ് തന്നെ ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ സ്ട്രാറ്റജി ട്രിഗറായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇനിയിപ്പോൾ 24400 സ്റ്റോപ്പ് ലോസസുകൾ എടുക്കാനായിരിക്കണം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മണ്ടക്കോട്ട് മൂവ് ചെയ്തത്. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമ്മളെ ട്രാപ്പ് ചെയ്തതാണോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, നമുക്ക് തെറ്റുകളൊക്കെ വരാനായിട്ട് പറ്റും. റീറ്റെയിലേഴ്സിനെ പോലെ ട്രേഡ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എല്ലായിടത്തും നമുക്കൊരു ബിയറിഷ് ട്രെൻഡ് കാണുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും ഇവിടെ ബിയറിഷ് ട്രെൻഡ് തന്നെ ആയിരിക്കും കാണുന്നത്, എന്നെപ്പോലെ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ബിയറിഷ് ട്രേഡായിരിക്കും എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടുന്ന് നമ്മുടെ സ്ട്രാറ്റജി ട്രിഗറായി നമ്മൾ അവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. സിമ്പിൾ റീസൺ ആണ്. നമ്മളല്ലാതെ വേറെ ഒരു വലിയ മാത്തമാറ്റീഷ്യൻ കളിയൊന്നും കളിക്കാനായിട്ട് ഇവിടെ വരുന്നില്ല. നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇവിടെ ട്രിഗറായി നമ്മളവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ മാർക്കറ്റിൽ ലോസ് ആണോ ആകാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് എടുത്തേക്കുന്നത്. 30 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, 30 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. ജസ്റ്റ് ഒരു ഓപ്പറേറ്റർ ക്യാൻഡിൽ ഫോമായി, അത് കഴിഞ്ഞിട്ടൊരു ബിയറിഷ് ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും ട്രാപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് ആൾക്കാരെ. നമ്മളെപ്പോലുള്ള ആൾക്കാരെല്ലാവരും ട്രാപ്പ് ആകാറായിട്ടുമുണ്ട്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും റീറ്റെയിലേഴ്സ് ഒന്നും അല്ല മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 99% ആൾക്കാരും ഇവിടെ പൈസ കളയുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യാനായിട്ടാണ് ഞാനും നിങ്ങളോട് പറയുക. ഓക്കെ, നമ്മളൊരു 4 ഡേ മാസ്റ്റർ ക്ലാസ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കയറാൻ താല്പര്യമുള്ളവർക്ക് കയറാവുന്നതാണ്. ഞാൻ നമ്മുടെ ഫോട്ടോസും അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഫോട്ടോസും കാര്യങ്ങളും നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒന്നും എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾക്കുണ്ടാകുന്ന ലോസുകൾ നമ്മൾ അപ്പം തന്നെ കാണിക്കുകയാണ് ചെയ്യാറുള്ള പതിവ്. ഓക്കെ, നമുക്ക് എന്ത് ലോസാണ് ഉണ്ടായാലും, നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളിവിടെ തുറന്ന് കാണിക്കാറാണ് പതിവ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ലാത്ത രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഒരു എന്താ പറയുക, സൈഡ് വേസ് മൊമെൻറ്റമാണ് കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് തരുന്നത്. പക്ഷേ ഞാൻ പറയാം, എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സൈഡ് വേസിലാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ബിയറിഷ് ആണെങ്കിലും ബുള്ളിഷ് ആണെങ്കിലും ഏത് ഫേസിലാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്കാൽപ്പ് സ്ട്രാറ്റജിയാണ് കേട്ടോ. ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സ്കാൽപ്പ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഞാൻ ഈ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് റിഫൈൻ ചെയ്തെടുത്തതാണ്. ഓക്കെ,
ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസിപ്ലിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മൾ സ്ട്രാറ്റജി ട്രിഗർ ആകുവാണെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. ട്രിഗർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ എനിക്കിവിടെ മൗസ് ഒരുപാട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എൻ്റെ മൗസിൻ്റെ കഴ്സർ ഒരുപാട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്പിലെ ഇത്രയും നേരം സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് ഓഫായി പോകും. അതുകൊണ്ട് മൗസ് ഒരുപാട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇച്ചിരി വീഡിയോ ലോങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. സോ നമ്മളിവിടെ യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഫോണിൽ ഇവിടെ നമ്മുടെ ട്രേഡും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ നോക്കാം എന്താ നടക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഓക്കെ, 131.50 ആണ് നമ്മൾ ട്രേഡ് എടുത്ത സ്ഥലം. 162.20 ആണ് നമ്മുടെ ട്രേഡ്. നമ്മൾക്ക് ഒരു ടാർഗറ്റ് നമ്മൾ നോക്കുന്നത് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി 1:3 എന്തിനാണ് വെച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 40%, 30%, ചിലപ്പോൾ 45%, ചിലപ്പോൾ 46%, അത്രയൊക്കെ വർക്കാകത്തുള്ളായിരിക്കും. ഓക്കെ, സോ അത്രയും വർക്ക് ആകുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കണം. അതിനാണ് നമ്മൾ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് നമ്മൾ നോക്കുന്നത്. 1:2 ആണെങ്കിൽ തന്നെ നമ്മൾ 50% നമുക്ക് പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ സ്ട്രാറ്റജിക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ട്രേഡ് ആ ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ 1:3 അല്ലെങ്കിൽ 1:3 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്കും വിഷയം ഉണ്ടാകുന്നില്ല. നമ്മുടെ സ്ട്രാറ്റജി ഇപ്പം ഒരു 40% അല്ലെങ്കിൽ ഒരു 45% വർക്ക് ആയാലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഓക്കെ, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസസ് ആണ് നമ്മൾ എടുക്കുന്നത്, പക്ഷേ പ്രോഫിറ്റ് നമ്മൾ വളരെ വലുതാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നമുക്ക് നോക്കാം. സ്കാൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മിക്കപ്പോഴും നമ്മൾ പറയാറുള്ളായിരുന്നു 4 അല്ലെങ്കിൽ 3 ക്യാൻഡിൽസിലൊക്കെ ഹോൾഡ് ചെയ്യാവുള്ളൂ എന്നുള്ളത്. 4 ക്യാൻഡിൽസാണ് മാക്സിമം. ഓക്കെ, മാക്സിമം 4 ക്യാൻഡിൽസിൽ മാത്രമേ ഹോൾഡ് ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. ഇനി ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി പോകുമോ, അതോ നമ്മുടെ ട്രേഡിൽ പ്രോഫിറ്റ് ഹിറ്റ് ആകുമോ, എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുവാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ലൈവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളിവിടെ യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യുന്നതായിരിക്കത്തില്ല. ഓക്കെ, സോ പ്രൈസ് ഇവിടെ 9 EMAയുടെ താഴെ നമ്മുടെ പ്രീമിയത്തിൽ ക്ലോസ് ആയി. പക്ഷേ പ്രൈസ് 9 EMAയുടെ താഴെ നമ്മുടെ സ്പോട്ടിൽ ക്ലോസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വിശ്വാസത്തോടെ കൂടി നിൽക്കാം നമുക്ക് ട്രേഡ് എങ്ങോട്ട് പോകുന്നുള്ളത്. ട്രെൻഡ് ലൈനിൻ്റെ വഴി ഒരു സപ്പോർട്ട് കിട്ടണം എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. ട്രെൻഡ് ലൈൻ വഴി സപ്പോർട്ട് 9 EMAയുടെ സപ്പോർട്ടും കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു അപ് ഡയറക്ഷൻ മൂവ്മെൻറ്റം കൊടുക്കും എന്ന് ഫീൽ ചെയ്യുന്നു. കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. നമുക്ക് നോക്കാം. കുറച്ച് ദിവസമായിട്ട് പറഞ്ഞില്ല, മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. കൺസോളിഡേഷൻ ഫേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ ചിലപ്പോൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോസ് ആണ് ആകാറായിട്ടുള്ളത്. പതിവാകുന്നത് ഇപ്പം 2 ദിവസമായിട്ട് നമുക്ക് ലോസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെറും 10 പോയിൻറ്റിൻ്റെ ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇപ്പോൾ 1 സ്ലോട്ട് എന്ന രീതിയിൽ നമ്മളിപ്പം ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓപ്ഷൻസ് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ലോസ് ആകുന്നത് 800 രൂപ അത്രയാണ്. അതിൽ കൂടുതൽ നമുക്ക് ലോസ് ആകുന്നില്ല. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം 2000 രൂപ, 1600 രൂപ, 1600 രൂപയുടെ മണ്ടയ്ക്ക് എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. 2000 രൂപയൊക്കെയാണ് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് കിട്ടാറായിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, ഒരു 2000, 2500 രൂപയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അപ്പോൾ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മനസ്സിലായി? അതായത് നമുക്കിപ്പം ട്രേഡിൽ ലോസ് ആയാലും, അതായത് നമുക്കിപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഒരു 40% വർക്കായുള്ളെങ്കിലും നമ്മൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിളായിട്ട് നിൽക്കുന്നതാണ്. സോ ഞാനും അതാണ് നോക്കുന്നത്. എൻ്റെ ട്രേഡിങ്ങിൽ ഞാനും പ്രോഫിറ്റബിളായിട്ട് നിൽക്കണം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, സോ എൻ്റെ സ്ട്രാറ്റജി ട്രിഗറായി, അതുകൊണ്ടാണ് ഞാനിവിടെ ട്രേഡ് എടുത്തത്. സോ ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് സൈക്കോളജിക്കൽ ലെവലിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഇവിടെ നമുക്ക് 9 EMA ക്രോസ് ഓവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളിവിടെ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് തന്നെയാണ്. ക്രോസ് ഓവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ നേരം ഹോൾഡ് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. നമുക്ക് നോക്കാം. ലോസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ആകട്ടെ. എന്തായാലും നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 800 രൂപയല്ലേ പോകത്തുള്ളൂ. നമുക്ക് നോക്കാം. നമ്മുടെ സ്ട്രാറ്റജി ട്രിഗറായി ബിഗ് ബാർ പ്ലസ് 9 EMA ആൻഡ് ദ ഡേറ്റ നമ്മൾ നോക്കി. പക്ഷെ ഡേറ്റ നമ്മുടെ അഗെയിൻസ്റ്റ് ആണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ ട്രേഡ് എടുത്തേക്കുന്നതിൽ ഡേറ്റ എൻ്റെ അഗെയിൻസ്റ്റ് ആണ്. കാരണം ഡേറ്റ എനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് ഡൗൺ ഡയറക്ഷനാണ്.
സോ ഡേറ്റ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു റിസ്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്ട്രാറ്റജിയിലുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ട്രേഡ് എടുത്തേക്കുന്നത്. ആ റിസ്ക് എടുക്കാനുള്ള റീസൺ അതാണ്. ഓക്കെ, സോ ഡേറ്റ നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഒരു 10 ക്യാൻഡിൽസ് ഫോം ആകുന്ന അല്ലെങ്കിൽ ഒരു 3 ക്യാൻഡിൽസ് ഫോം ആകുന്ന ഡേറ്റ ആയിരിക്കത്തില്ല മൊത്തത്തിൽ കാണിക്കുന്നത്. ഒരു ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചറാണ് കാണിക്കുന്നത് ഡേറ്റ. അതായത് ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകാനാണ് ചാൻസസ് കൂടുതൽ, പ്രോബബിലിറ്റി എങ്ങോട്ടാണ് എന്നാണ് കാണിക്കുന്നത് ഡേറ്റ. സോ നമുക്ക് നോക്കാം. സ്കാൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു 3-4 ക്യാൻഡിൽസിൽ മാത്രമേ സ്കാൽപ്പ് ചെയ്യാവുള്ളൂ. സ്കാൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മിനിമം 5 മിനിറ്റ്സ് എങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവരും 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറയും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സിന് താഴെയുള്ള എല്ലാ ക്യാൻഡിൽസും ഇറലവൻ്റ് ആണ്. ഓക്കെ, 5 മിനിറ്റ്സിന് താഴെയുള്ള എല്ലാ ക്യാൻഡിൽസും ഇറലവൻ്റ് ആണ്. സോ ഓക്കെ എൻ്റെ ട്രേഡ്സിൻ്റെ ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങളെടുത്ത് നിൽക്കുവാണ്. നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഓക്കെ, സോ 26 സെക്കൻഡ്സ് INEMയുടെ താഴെയാണ് ക്ലോസിങ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഷാർപ്പ് ഡൗൺ ഡയറക്ഷൻ മൊമെൻറ്റം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. സ്പോട്ട് മൂവ് ചെയ്താലും പ്രീമിയം പോകാൻ ഇച്ചിരി സമയമെടുക്കും. ഓക്കെ, INEMയുടെ താഴെയാണ് തോന്നുന്നു ക്ലോസിങ് കൊടുത്തത് സ്പോട്ടിൽ. അതായത് നമുക്ക് നോക്കാം. ലോസ് ആകുന്നെങ്കിൽ ലോസ് ആകട്ടെ. ഈ ഒരു ക്യാൻഡിലും ഡൗൺ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ ക്യാൻഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞാനിവിടെ ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല. പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് നമ്മുടെ ട്രേഡ് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്കറിയാം ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ബിയർ ചെയ്യുക. ഓക്കെ, സോ 24400 നല്ല രീതിയിൽ തന്നെ സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ഡൗൺ ഡയറക്ഷനായിട്ട് ഇതാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം മിക്ക ആൾക്കാർക്കും അറിയായിരിക്കുമല്ലോ 24400 റെസിസ്റ്റൻസ് ആണ്, ഇവിടുന്ന് ഡൗൺ ഡയറക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് മിക്ക ആൾക്കാർക്കും അറിയാം. അപ്പോൾ മിക്ക ആൾക്കാരും ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ എക്സിക്യൂട്ട് ചെയ്തവരെ എടുക്കാനായിട്ടെങ്കിലും മാർക്കറ്റ് ശ്രമിക്കും. സോ ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു പുള്ള് കിട്ടുകയാണെന്നുണ്ടെങ്കിലും എനിക്കത് മതി. നോക്കാം. ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടുത്തുനിന്ന് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടുന്നുണ്ട് മാർക്കറ്റിന്. ഓക്കെ, ഒരു ബേസ്റ്റ് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമുക്കൊരു നല്ല രീതിയിലൊരു ട്രേഡ് ആയാലെന്നാൽ പിന്നെ. സോ പലരുടെയും അനാലിസിസും കാര്യങ്ങളും വേറെ വേറെയാണ്. നിങ്ങൾ ചിലപ്പോൾ അനലൈസ് ചെയ്തത് വേറെ ആയിരിക്കും, ഞാൻ ചിലപ്പോൾ അനലൈസ് ചെയ്തത് വേറെ ആയിരിക്കും, ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ട്രേഡർ അനലൈസ് ചെയ്തത് വേറെ ആയിരിക്കും. സ്റ്റോപ്പ് ലോസസ് എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റോപ്പ് ലോസസ് നമുക്ക് മാത്രമല്ല ഉണ്ടാകുന്ന, പ്രൊഫഷണൽ ട്രേഡേഴ്സിനാണെങ്കിലും സ്റ്റോപ്പ് ലോസസ് ഉണ്ടാകുന്നതാണ്. സോ സ്റ്റോപ്പ് ലോസസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് വരുന്നതാണ്, അതുകൊണ്ട് അത് ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഡേറ്റ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ സാധനം ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മന്ത്സിൻ്റെ ബാക്ക് ടെസ്റ്റ് ഡേറ്റ വെച്ച് എനിക്ക് നോക്കണം എൻ്റെ സ്ട്രാറ്റജി എന്തുമാത്രം പ്രോഫിറ്റബിലിറ്റി എനിക്ക് തരുന്നുണ്ടെന്നുള്ളത്. സോ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന രീതിയിൽ എനിക്ക് മാർക്കറ്റ് എന്താ പറയുക, ഒരു 48 അല്ലെങ്കിൽ ഒരു 50% ഒക്കെ നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതേ സെയിം സ്ട്രാറ്റജി ഒന്നുകൂടെ ഡേറ്റ വെച്ച് റിഫൈൻ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. സോ ഞാൻ ആദ്യമേ ഒരു ഡേറ്റ വെച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്തായിരുന്നു. സോ ആ ബാക്ക് ടെസ്റ്റ് ഡേറ്റ ഞാൻ മൊത്തത്തിൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആ ട്രേഡിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 48% ഒന്നും ഇല്ല. ഒരു 40%, 38% അത്രയൊക്കെ ഉള്ളൂ അതിന്. സോ അതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രാറ്റജി മാറ്റിയത്. സെയിം സ്ട്രാറ്റജി ആയിരുന്നു, അതൊന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്തത്. ഇപ്പോൾ റിഫൈൻ ചെയ്തിട്ട് ഒന്നുകൂടെ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ബാക്ക് ടെസ്റ്റ് ചെയ്യാതെ ഡേറ്റ നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ഏത് വലിയ ആളുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാലും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ,
സോ നമുക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ആകാൻ വേണ്ടി പോകാൻ തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. എനിക്കധികം വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയിട്ടുണ്ട്, എന്നാലും ഇച്ചിരി ക്ഷമിച്ചേക്കും എന്നോട്. കാരണം നമ്മുടെ ഡേറ്റ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമല്ലോ. സോ ഈ ക്യാൻഡിൽ ഒരു ഗ്രീനാണ് ക്ലോസിങ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ക്യാൻഡിൽസും കൂടെ ഹോൾഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ക്യാൻഡിൽ റെഡ് തന്നെയാണ് ക്ലോസിങ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് നേരം ഹോൾഡ് ഔട്ട് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തോ ചെയ്യണം. നമ്മുടെ ഇത് പറയുന്നത് വെച്ചാൽ 4 ക്യാൻഡിൽസോളം ഹോൾഡ് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്, 4, 3. സോ ഇതിപ്പോഴും നമുക്കൊരു ലോസ് തന്നെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ലോസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ ബിയറിഷ് നമുക്കൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഇവിടെ ബിയറിഷ് ആയിട്ട് നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് ട്രിഗർ ആയിട്ടുണ്ട്, ഇഫ് യു ആസ്ക് മീ. ഓക്കെ, പ്രീമിയം ഇവിടെ ഒരു ഗ്രീൻ ക്ലോസിങ് ആണ് കൊടുത്തത്. നമുക്ക് നോക്കാം. ഓൾ റൈറ്റ് ഗായ്സ്, നമുക്കൊരു പണി വന്നിട്ടുണ്ട്. നമ്മുടെ വൈഫൈ ഒന്ന് കട്ടായിട്ടുണ്ട്.